ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്ഡി സ്ട്രാറ്റജീനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് പേർക്ക് കുറച്ചത് എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല. മാക്ഡീൻ്റെ കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്, വിക്കിപീഡിയയിൽ നിന്നായിരുന്നു അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കാണിച്ച രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ബ്ലൂ ലൈനും റെഡ് ലൈനും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ സെറ്റപ്പ് മാറ്റാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ നമ്മളെ സെറോദയിൽ അല്ലെങ്കിൽ അപ്സ്റ്റോക്സിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. രണ്ട് തരം ചാർട്ട് വ്യൂസ് ആണുള്ളത്. ഒന്ന് ചാർട്ട് IQ, ഒന്ന് ട്രേഡിംഗ് വ്യൂ. അപ്പോൾ രണ്ടും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അപ്സ്റ്റോക്സിലായാലും സെറോദയിലായാലും കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അതിലായാലും രണ്ട് തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ഉണ്ട്. ട്രേഡിംഗ് വ്യൂവിൻ്റെയും ആക്സസ് ഉണ്ട്, ചാർട്ട് IQൻ്റെയും ആക്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടിലും എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂവിലാണ് മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞ ടൈം, അത് EMA എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉള്ളത്. മറ്റേതുള്ളത് സിമ്പിൾ മൂവിങ് ആവറേജ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്താണ്, 30 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് വേണ്ടത്. ഇപ്പോൾ 30 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, രണ്ട് സ്ഥലത്തും നമുക്ക് അതേപോലെ സെറ്റ് ചെയ്യാം. ഇവിടെയും 30 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് വേണ്ടത്. നമ്മൾ ടൈംസ് ചെല്ലുന്നു, 30 മിനിറ്റ് ആക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. ഫസ്റ്റ് വേണ്ടത് MACD ആണ്. MACD ഇൻഡിക്കേറ്റർ. ഓക്കെ, MACD ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് MACD ആഡ് ചെയ്യാം. സ്റ്റഡീസിലാണ് ഇവിടെ ഉണ്ടാവുക. സ്റ്റഡീസിൽ പോയിട്ട് MACD ഉണ്ട്, MACD ഡൈവർജൻസ് ഉണ്ട്. നമ്മൾ MACD ആണ് സെലക്ട് ചെയ്യുന്നത്, MACD. ഓക്കെ, ഇനി നമ്മൾ 200 EMA ആഡ് ചെയ്യാൻ പോകുന്നു. അതും ഇൻഡിക്കേറ്ററിൽ കയറുക, മൂവിങ് ആവറേജ് നടിക്കുക, മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ. ഓക്കെ, നമുക്ക് രണ്ടും ലാസ്റ്റ് തമ്മിൽ കമ്പയറും ചെയ്യാം. ഇവിടെ മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ ആണ്. ഇവിടെ ഇനി നമ്മൾ ഒരു സെറ്റപ്പ് കൂടി വരുത്താനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ 9 പീരിയഡ് EMA ആണ് കിടക്കുന്നത്. അത് നമ്മൾ 200 ആക്കണം. അപ്പോൾ ഈ ലെങ്ത് എന്നുള്ളത് 200 ആക്കുന്നു. ഓക്കെ, അതിപ്പോൾ 200 ആവും. നമുക്ക് ഇനി MACDയിൽ നമുക്കൊരു ചേഞ്ച് വരുത്താം. അതായത് MACDയിൽ 200 ആയി. ഇവിടെ നമ്മൾ ഇതിലൊന്നും മാറ്റം വരുത്തുന്നില്ല. സ്റ്റൈല് കയറുന്നു. നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ കണ്ടോ, കുറച്ച് ക്ലിയർ കുറവുള്ള പോലെ ഇല്ലേ. അതുകൊണ്ട് നമ്മൾ ഹിസ്റ്റോഗ്രാമിന് റെഡ് കളർ മാറ്റാണ്. ഞാൻ അവിടെ ഗ്രീനാണ് നമ്മൾ മെയിൻ വീഡിയോയിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഗ്രീൻ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടുകയാണ്. ഓക്കെ, തിക്നെസ് ഒന്ന് കൂട്ടി, ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഇൻറ്റൻസിറ്റി ഒന്ന് കാണാൻ, വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് ഇതിൻ്റെയും കട്ടി ഒന്ന് കൂട്ടാം, ഈ 200 EMA. ഓക്കെ ഓക്കെ, അപ്പോൾ അത് പഠിച്ചു. ഇനി നമ്മൾ ചാർട്ട് IQൻ്റെ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റഡീസിൽ പോകുന്നു, മൂവിങ് ആവറേജ് സെർച്ച് ചെയ്യുന്നു. മൂവിങ് ആവറേജ് ഇതാണ് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. ഇതിൽ 50 പീരിയഡ് എന്നുള്ളത് നമ്മൾ 200 ആക്കുന്നു. നമ്മൾ ഈ EMA ഉപയോഗിക്കുന്നത് ട്രെൻഡ് മനസ്സിലാക്കാനാണ്. മൂവിങ് ആവറേജിൻ്റെ 200 പീരിയഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്കാണ് ക്യാൻഡിൽസ് കിടക്കുന്നത് എങ്കിൽ നമ്മൾ അപ്പ് ട്രെൻഡാന്ന് പറയും. അതിന് താഴെയാണെങ്കിൽ അത് ഡൗൺ ട്രെൻഡാന്ന് പറയും. ഓക്കെ, അതിനനുസരിച്ചാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ MACD ആഡ് ചെയ്തതിൽ കളറും കാര്യങ്ങളും നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെറ്റിങ്സ് പോകുന്നു. ഇവിടെ നമ്മൾ MACD ലൈനിന് ബ്ലൂ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൂ ആഡ് ചെയ്യാം. ഓക്കെ, സിഗ്നൽ ലൈന് റെഡ് മതി. ഓക്കെ, ഇവിടെ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്, ഇൻക്രീസിങ് ബാറിന് ഏതാണ്, ഡിക്രീസിങ് ബാറിന് ഏതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കളർ ഒന്നും കൂടി ഡാർക്ക് ആക്കാം. ഡിക്രീസിങ് റെഡ് ആണ്. ഓക്കെ, റെഡ് ഇരുന്നോട്ടെ. അപ്പോൾ വേറെ ഒന്നും നമുക്ക് മാറ്റാനില്ല, നമ്മൾ ഡൺ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെറ്റപ്പായി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് രണ്ടും ഒരേ ഏരിയയിലുള്ളതാണ്. ഇവിടെ സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. അതുകൊണ്ട് തന്നെ
ഇതിൻ്റെ വാല്യൂസ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ 200 EMA ആണ്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂസിനും കുറച്ച് വേരിയേഷൻ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ മാഗ്ഡിൻ്റെ ഇൻഡിക്കേഷൻ കറക്റ്റ് ആയിരിക്കും. കണ്ടോ, ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഏകദേശം സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്, സിഗ്നൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ എടുക്കുന്നില്ല. കാരണം ആ ഭാഗത്ത് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റജി എക്സാക്റ്റ് ആയിട്ട് എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണാം. നല്ല രീതിയിലുള്ള ഒരു വിജയശതമാനമുള്ള ഒരു സ്ട്രാറ്റജിയാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 200 EMA എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി, മാഗ്ഡി എങ്ങനെ കളർ സെറ്റപ്പ് ആക്കാമെന്ന് മനസ്സിലായി, 2 ഗ്രാഫിനും മനസ്സിലായി. ഓക്കെ, 30 മിനിറ്റ് ടൈം ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള രീതിയിൽ എങ്ങനെയാണോ, കമൻറ്റിലൂടെ വീഡിയോയിലൂടെ ഞാനത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.